ഹലോ, അപ്പം നമുക്ക് ഈസി ആയിട്ടൊന്ന് കടലപ്പായസം വെച്ചാൽ അപ്പം നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. കടലപ്പായസം വെക്കുന്നുണ്ട് വളരെ ഈസിയാണ് കേട്ടോ കടലപ്പായസം വെക്കാൻ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം കടലപ്പായസം ആയതുകൊണ്ട് ഇവിടെ മിക്കപ്പോഴും കടലപ്പായസമാണ് വെക്കാറുള്ളത്. അടപ്പായസം വെക്കാറേയില്ല, സേമിയം വെക്കാറുമുണ്ട്. അപ്പം നമുക്കിതാ ചൂടായ ഉരുളിയിലേക്ക് നെയ്യ് നന്നായിട്ട് കുറച്ച് കൂടുതൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചതിന് ശേഷം കടലയിട്ട് നന്നായിട്ട് വഴട്ടിയും കടലപ്പായസം വെക്കാറുണ്ട്. പക്ഷേ ഞാൻ ഈ ചൂടായ നെയ്യിൽ ശർക്കരപ്പാനി ഒഴിച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്കിതാ ശർക്കരപ്പാനി ഒഴിക്കാം. ശർക്കരപ്പാനി ഞാൻ വെള്ളത്തിലിട്ട് ഉരുക്കി എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ചിലപ്പോൾ കല്ലിൻ്റെ അംശം ഉള്ളതുകൊണ്ടാണ് അരിച്ചൊഴിക്കുന്നത്. ഇത് അരിച്ച് ഇതിലേക്ക് ഒഴിക്കുക. അപ്പോൾ അരിച്ചൊഴിച്ചതിന് ശേഷം ഈ ശർക്കരപ്പാനി നന്നായിട്ട് തിളച്ച് ഒരു കുറുവിയ പരുവായി വരുമ്പോൾ മാത്രമേ നമുക്ക് കടല ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതുവരെ ശർക്കരപ്പാനിയെ കലക്കിക്കൊണ്ടേയിരിക്കണം. അതിനുശേഷം ഞാൻ അതായത് വേവിച്ച് വെച്ചിട്ടുള്ള കടലയെ നന്നായിട്ട് ഉടച്ചെടുക്കുകയാണ്. ഉടഞ്ഞെന്ന് തോന്നിയാൽ നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് കവർ പാലും ഉപയോഗിക്കാം, തേങ്ങാപ്പാലും. പക്ഷെ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് തേങ്ങാപ്പാലാണ്. 1-ാം പാലും വേണം, 2-ാം പാലും വേണം. 2-ാം പാലാണ് ആദ്യം ഒഴിക്കേണ്ടത്. 1-ാം പാൽ ഇറക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഒഴിക്കേണ്ടത്. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ബാക്കിയൊക്കെ സാധാരണ പോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ പാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി എന്തായെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് നല്ല കുറുവിയ പരുവമായതിനു ശേഷം ഇവിടെ ഉടച്ച കടല അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാ കടലയും ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കടലയും നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. കുറച്ച് ഉടച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത്, അതായത് പായസം കുടിക്കുന്ന സമയത്ത് കട്ടിയായിട്ട് ഈ കടല ചവച്ചരക്കേണ്ടേക്ക് വരും. ചിലവർക്കത് ഇഷ്ടപ്പെടും, ചിലവർക്കത് ഇഷ്ടപ്പെടില്ല കേട്ടോ. എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഉടച്ചതിന് ശേഷം ശർക്കരപ്പാനിയിലിട്ട് ഈ കടലയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അടി പിടിക്കാതെ കലക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കലങ്ങി വന്നിരട്ടെ. ആ സമയം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഏലക്കായും നമ്മുടെ തേങ്ങയും ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ തേങ്ങ ഇടുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. കൊട്ടത്തേങ്ങ ഉള്ളപ്പോൾ അതാണ് ഞാൻ ഇടാറില്ലെങ്കിൽ ഇടാറുമില്ല. അപ്പോൾ കൊട്ടത്തേങ്ങയൊക്കെ ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനെ എണ്ണയിലിട്ട് മുരിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ ശർക്കരപ്പാനിയിൽ കിടന്ന് നമ്മളെ കടല നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അടി പിടിക്കാതിരിക്കാൻ കലക്കി കൊടുക്കുന്നതുകൊണ്ട് നല്ലൊരു ഇതിലായിട്ടുണ്ട് കേട്ടോ. ഈ പരുവം ചിലപ്പോൾ തണുക്കുമ്പോൾ നല്ല കട്ടിയായി പോകും. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്നും കൂടി തിളപ്പിച്ചാൽ മതി, നല്ല ലൂസായിട്ട് വന്നോളും. മിക്കപ്പോഴും തണുക്കുമ്പോൾ കട്ടിയാവാറാണ് സാധ്യത. അപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ എടുത്ത് നെയ്യിലിട്ട് ആദ്യം തേങ്ങ വറുത്തു. പിന്നെ അതൊക്കെ ചെയ്തതിന് ശേഷം ഇതിലേക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഏകദേശം കടലപ്പായസത്തിൻ്റെ 3/4 ഭാഗം ഇവിടെ ആയിട്ടുണ്ട്. അതിനുശേഷം ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. 2-ാം പാൽ ഒഴിച്ചു കൊടുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുടിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, താങ്ക് യു, ഗുഡ് നൈറ്റ്.